ഹലോ, ആ വാസുവേട്ടാ, എന്തായി? ഇല്ലേ? ഒയ്യോ, ആണോ? ആ ശരി ശരി, ആ ഞാൻ പറഞ്ഞേക്കാം. ആ ഏട്ടത്തി, ആരാ വിളിച്ചേ? വാസുവേട്ടനാ വിളിച്ചത്. എന്തായി? എന്തെങ്കിലും വിവരം കിട്ടിയോ? വിവരം കിട്ടിയില്ല, അവരന്വേഷിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു. എന്തെങ്കിലും വിവരം കിട്ടി അപ്പം തന്നെ നമ്മളെ അറിയിക്കാന്ന് പറഞ്ഞു. നമ്മളോട് രണ്ടുപേരോടും പോയി കിടന്നോളാൻ പറഞ്ഞു. ടെൻഷൻ അടിച്ചിട്ട് എനിക്ക് ഉറക്കം വരുന്നില്ല ഏട്ടത്തി. ഇനി ആവശ്യമില്ലാത്തൊന്നും ആലോചിക്കാൻ നിൽക്കണ്ട, വാസുവേട്ടനൊക്കെയല്ലേ പോയത്. ഇനി പുള്ളി എവിടെയെങ്കിലും വെള്ളം അടിച്ചിട്ട് വീണ് കിടക്കുന്നോ? അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഇതിപ്പം നല്ലൊരു കാര്യത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചതല്ലേ. ഇല്ല ഏട്ടത്തി, ഞങ്ങൾ കല്യാണം കഴിഞ്ഞ പുതിയതിൽ പുള്ളി ഇതുപോലെ സിംഗപ്പൂര് പോകുന്നതിൻ്റെ തലേന്ന് കൂട്ടുകാരൊക്കെ കൂടി വെള്ളം അടിച്ച് റോട്ടിൽ വീണ് കിടന്ന് ഉറങ്ങിപ്പോയി. അങ്ങനെ അന്ന് ആ പോക്ക് മുടങ്ങിയതാ. ദൈവം, ഇനിയിപ്പോൾ അങ്ങനെ അങ്ങനെയൊന്നും ആവാൻ വഴിയില്ല. നീ വെറുതെ ഇങ്ങനെ ചിന്തിച്ചു കൂട്ടണ്ട, നമുക്ക് കിടക്കാം. വാസുവേട്ടൻ പറഞ്ഞ് നമ്മളോട് എന്തെങ്കിലും കിട്ടി അപ്പം തന്നെ വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായി? എന്താ ഒന്നും ആവാല്ല. കണ്ടില്ലേ? ഒരു പിടിയില്ല. ഈ പായം പോയത്? അതെ, ഞാൻ ആ ജോസൂട്ട് അടുത്ത് പോയിട്ട് ഒന്ന് അന്വേഷിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അവ ഏതൊക്കെ വഴിക്ക് പോയിട്ടുണ്ട്. വാസുവേട്ടൻ എന്തായി? വല്ല വിവരം കിട്ടിയോ? ഒരു വിവരമില്ല. പറയാണ്ട് ഈ ജാതി പണിക്ക് എന്തപ്പത്? ഇന്നലെ വൈകുന്നേരം പോയ ആളല്ലേ, ഇതുവരെ കിട്ടിയില്ലേ? നീ ഇങ്ങനെ കരഞ്ഞിട്ട് എന്താണ് കാര്യം? നോക്കണ്ടല്ലോ നമ്മള്. എന്ത് നോക്കാനാ ഏട്ടൻ? ഇത് എന്തുവാ കാണിക്കുന്നേ? അല്ല, നിങ്ങൾ ഫോണിലൊക്കെ വിളിച്ചു നോക്കി ഒന്ന്. ഫോണിൽ വിളിച്ചിരുന്ന് എടുക്കണില്ലാന്നേ. ഫോൺ എടുക്കണ്ടേ? എവിടെ പോയത് എനിക്ക് അറിഞ്ഞൂടാ. ഇനി ഞാൻ എന്തെല്ലാം അനുഭവിക്കണം? അല്ല, ഇനി ഞാൻ പറയട്ടെ, ഇപ്പൊ ഈ യാത്ര പറയാൻ വേണ്ടി ഇനി വല്ല ബന്ധുക്കൾ ഇവിടെ അടുത്ത് വല്ലതും ഉണ്ടോ? ഇവിടെ എന്ത് ബന്ധുവാണ് അവന്? ഇവിടെ എന്താ പറഞ്ഞ പോലെ അത് ശരിയാണല്ലോ. ഇപ്പൊ എന്താ? അതെ, നിങ്ങളാ എടുത്ത ലോഡ്ജ് എന്ന് പറഞ്ഞില്ല, ആ ലോഡ്ജിൽ പോയി നോക്കി? ലോഡ്ജിൽ പോയി ഞാന്. അപ്പൊ അവിടെ കാറും ഡ്രൈവറൊന്നും ഇല്ലേ? അവിടെ ഡ്രൈവറും ഇല്ല, കാറും ഇല്ല, ഒന്നുമില്ല. അയ്യോ, വണ്ടിയല്ല, ആണോ ഇല്ല. അതെ, കരയല്ലേ, സമാനം ഉണ്ടാക്കാൻ നമുക്ക്. ഇങ്ങനെ കരഞ്ഞിട്ട് എന്താ കാര്യം? ഓനെ എവിടെ അല്ലിച്ച് ഇവിടെ കൊണ്ടുവരും. പിന്നെന്താണ് ഈ സമാനിക്ക്? ഈ പ്രയാസമല്ലേ, ഒരു വഴി ഉണ്ടാക്കാം നമുക്ക്. എങ്കടാണ് ഇപ്പൊ ഈ ചങ്ങായി ഇത് പറയാണ്ട്? അല്ല, ഇനിയിപ്പോഴേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഒരു സംശയമുള്ള ഞാൻ പറയട്ടെ. ഈ ചങ്ങായി എങ്ങാനും ഇപ്പൊ ഇന്നലെ പോയിട്ട് ചെറിയൊരു ആർട്ടിസ്റ്റിന്റെ പരിപാടി ഉണ്ടല്ലോ, അപ്പൊ അതെങ്ങാനും നീ പോണ സന്തോഷത്തിലെങ്ങാനും കുടിച്ച് ആ ഡ്രൈവറായിട്ട് കുടിച്ച് കിടന്ന് നേരം വെളുത്ത് എണിച്ചപ്പോ ഈ നേരമായില്ലേ, നേരം വൈകിയപ്പോ പാസ്പോർട്ടും ഇതൊക്കെ കയ്യിലുണ്ടല്ലോ, ഉള്ള പാസ്പോർട്ട് എടുത്ത് നേരെ മലേഷ്യക്ക് കിട്ടുണ്ടാവോ? അങ്ങനെയാണെങ്കിൽ എന്നെ വിളിക്കാതെ പോവില്ലല്ലോ. വിളിച്ചോളൊന്നുമില്ല, ബോധനാണ് കടന്നുണ്ടെങ്കിൽ രാത്രി അതിന് സാധ്യത ഉണ്ട് കേട്ടോ. അല്ല, ഒന്നും പറയാൻ പറ്റില്ല, ഈ ജാതി ആൾക്കാരായ കാരണേ. ചിലപ്പോ അങ്ങനെ ആവാനും മതി. നീ കയറി അല്ല വിളിച്ചു പറയില്ല എന്നാൽ. അല്ല അല്ല അത് ഒരു കാര്യം ചെയ്യാം നമുക്ക്. ഇനിയിപ്പോ വർത്താനം പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്കിപ്പോ ഒരു കാര്യം ചെയ്യാം, പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കാം. അത് നല്ലത്. നമ്മളിപ്പോ ഇങ്ങനെ തരണുണ്ടെന്ന കാര്യം പോലീസ് സ്റ്റേഷൻ അയച്ചാൽ അവര് ആ വഴിക്കൊന്ന് തരട്ടെ. എന്താണ്? എന്താ ഇത്? ആരാണ്? എന്താണ്? സെന്തിലിന്റെ കുട്ടികള് സെന്തിലില്ല, അവന്റെ ആളുക വണ്ടിയില് കൊണ്ടുപോയിട്ട് ഒതിച്ചിട്ടാക. ഞാൻ ഇന്നലെ നൈറ്റില് என் டிரைவர் இருந்ததில்ல மேகநாத், அவன் மூணு கழிச்சு வந்து அறிய பண்ணிட்டு ரூமிலிச்சு போய் அந்த டைம்ல இந்த செந்தில் குண்டகள் வந்து என் பெட்டியும் பாஸ்போர்ட்டும் എന്നെ എല്ലാം വണ്ടിയിൽ തൂക്കിയിട്ട് രാത്രി മുഴുവൻ വണ്ടിയിലിട്ട് ഡബാർ ഓനെങ്ങനെ അറിഞ്ഞിട്ട് അവിടെ ഉള്ളേ? மேகநாதனுக்கு இதெல்லாம் திருட்டு கழுத. அவன் நாங்க இருக்கிறது செந்திலிന് ഫോൺ ചൊല്ലി சொல்லிட்டா അവൻ ഏമാത്തിട്ടാളിയാ. എന്റെ ആളിയാ, നിന്നോട് ഞാൻ അന്ന് പറഞ്ഞതല്ലേ, ആ 3 സെന്റ് വിറ്റ സമയത്ത് സെന്തിലിന്റെ പൈസ കൊടുക്കുന്നത്. എന്താ നീ അത് ചെയ്യാതിരുന്നത്? അത് മലേഷ്യയിൽ പോയിട്ട് കാസുകാരനായിട്ട് വന്നിട്ട് കൊടുക്കാന്ന് കരുതിയിട്ടല്ലേ അളിയാ കൊടുക്കാതിരുന്നത്. ഇനിയിപ്പോ മലേഷ്യ പോക്ക് നടക്കുമോ? അത് മുടങ്ങിയില്ലേ? ഇല്ല, ഞാൻ പാസ്പോർട്ട് എല്ലാം അവർക്ക് ഇട്ടിരിക്കുന്നത്. അവർക്ക് പൈസ കൊടുത്താ സെന്തിലിന്റെ ആൾക്കാർ പാസ്പോർട്ട് തരും അളിയാ. എന്താണ് ഇനിയിപ്പോ എന്ത് ചെയ്യൂ? ഇനി ഞാന് അളിയൻ പറയുന്ന മാതിരി കേട്ട് അളിയന്റെ കൂടെ വേല ചെയ്ത് ഇங்கே തങ്ങിക്കിற അളിയാ. ഇങ്ങ തങ്ങലും പിടിക്കലൊന്നും നടക്കില്ല.
നീ ഒരു കാര്യം ചെയ്യ്, നീ ഇന്നലെ തന്നിട്ടുള്ള 10,000 ഉറുപ്പിക ഉണ്ടല്ലോ അത് ഞാൻ നിനക്ക് തിരിച്ചു തരും. എത്രയും പെട്ടെന്ന് ഭാര്യനെ വിളിച്ചിട്ട് വന്ന വണ്ടി തന്നെ തിരിച്ചു പോയിക്കോ. அது போக முடியாது. എന്താ പറ്റില്ലേ? நான் மலேசிக்கு போறேன்னு இப்படி ஸ்டைலா சொல்லிக்கிட்டு கோயம்புத்தூர்ல எல்லாருக்கும் டாட்டா கொடுத்துட்டு வந்தது. திடீர்னு போய் அவர் என்ன കളിയാക്കുവളിയാ. അതുകൊണ്ട് നീ ഇവിടെ നിൽക്കുന്ന? இல்ல செந்திலிന്റെ പൈസ കൊടുത്താ പാസ്പോർട്ട് கிடைக்கும். அப்பதான் எனக்கு மலேசியா. ഒന്നും വേണ്ട, നീ പോയാ മതി ഇവിടുന്ന്. அது எப்படி போ? എന്താ പറ്റാത്തത്? அப்படி போக முடியாது. நான் பொண்டாட்டிக்கு கிடைக்க வேண்டிய ஸ்ரீதரனுக்கு கொடு. அந்த காசுல நான் செந்திலின கொடுத்து கடன் விட்டுட்டு மலேசியா போகும். அது வரைக்கும் நான் இங்க தான் இருக்கும். എന്ത് ശ്രീധരൻ, എന്ത് നീ പറയണത്? அது மறக்க கூடாது. அது ஒண்ணு கிடைக்காதனால தான் நான் இப்படி இருக்கேன். என்ன ஸ்ரீதரன் கிடைக்குதோ அന്ന് நான் போகும். பாடி ദോരേ, ഈ വിഷമിക്കാൻ തന്റെ സമയം ശരിയല്ല എന്ന് വിചാരിച്ചാ ஆமா. നജ്ജ് തന്ന വാച്ച് അങ്ങനെ തന്നെ പിടിച്ചോ. இந்த வாட்ச் கையில வச்சு 300 ரூபாய் கிடைக்குமா? கையில் ஒண்ணும் இல்ல.